പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഫെബ്രുവരി 5 വ്യാഴം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വേദപുസ്തകത്തിലെ ഏറ്റവും മനോഹരവും ശക്തവുമായ സുവിശേഷ വചനം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നാം പറയും യോഹന്നാൻ 3:16 എന്ന്. കാരണം ഈ വചനത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും രക്ഷയുടെ പദ്ധതിയും മനുഷ്യൻ്റെ പ്രത്യാശയും ഒറ്റയടിക്ക് ഒളിഞ്ഞിരിക്കുന്നു. ഈ വചനത്തിൽ ആദ്യമായി നാം കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് വചനം പറയുന്നു. ലോകം എന്നത് നല്ലവരെ മാത്രമല്ല, വിശുദ്ധരെ മാത്രമല്ല, പാപികളെയും തകർന്നവരെയും അയോഗ്യരായ എല്ലാവരെയുമാണ് ഉൾക്കൊള്ളുന്നത്. നാം ദൈവത്തെ സ്നേഹിച്ചതിനാലല്ല, ദൈവം നമ്മെ സ്നേഹിച്ചതിനാലാണ് ഈ രക്ഷ ലഭിച്ചത്. അതുകൊണ്ട് നമുക്ക് ഉറച്ച് പറയണം, ദൈവസ്നേഹം യോഗ്യത നോക്കില്ല, അത് ഹൃദയം മാത്രം നോക്കും. മനുഷ്യൻ അകറ്റിയിടുന്നവരെയും ദൈവം ചേർത്ത് പിടിക്കുന്നു. മനുഷ്യൻ കുറ്റം ചുമത്തുമ്പോൾ ദൈവം കരുണ കാണിക്കുന്നു. വീണ്ടും വേദഭാഗത്തിൽ നാം കാണുന്നു ദൈവത്തിൻ്റെ ദാനത്തിൻ്റെ പ്രത്യേകത. ദൈവം നമ്മെ രക്ഷിക്കാനായി സ്വർണം തന്നില്ല, സമ്പത്ത് തന്നില്ല, ദൂതന്മാരെ തന്നില്ല, തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ തന്നു. ക്രൂശ് വെറും മരക്കഷ്ണമല്ല, അത് ദൈവത്തിൻ്റെ സ്നേഹ ലേഖനമാണ്. യേശുവിൻ്റെ മരണം ഒരു അപകടമല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഓരോ മുൾക്കിരീടവും, ഓരോ മുറിവും, ഓരോ രക്തത്തുള്ളിയും നമ്മോടുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രഖ്യാപിക്കുവാൻ സാധിക്കണം, ക്രൂശ് ശിക്ഷയുടെ ചിഹ്നമല്ല, അത് സ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ്. ക്രൂശ് കാണുമ്പോൾ ദൈവം എത്ര വില കൊടുത്ത് നമ്മെ വാങ്ങിയെന്ന് നാം ഓർക്കണം. വീണ്ടും വചനം നമ്മോട് പറയുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച്. അവനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുമെന്ന് വചനം ഉറപ്പ് നൽകുന്നു. ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്, പക്ഷെ ക്രിസ്തുവിലുള്ള ജീവിതം നിത്യമാണ്. വിശ്വാസമുണ്ടെങ്കിൽ നാശമില്ല, വിശ്വാസമുണ്ടെങ്കിൽ പ്രത്യാശയുണ്ട്, വിശ്വാസമുണ്ടെങ്കിൽ നിത്യജീവനുണ്ട്. അതിനാൽ നമുക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കണം, യേശുവിൽ വിശ്വാസം വെച്ചാൽ അവസാനമില്ല, അത് അനന്ത ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുന്നു. മരണവും നമ്മെ ഭയപ്പെടുത്തുവാൻ കഴിയില്ലല്ലോ, കാരണം ക്രിസ്തുവിൽ നമുക്ക് നിത്യജീവന്റെ ഉറപ്പുണ്ട്. പ്രിയരെ, ഈ വചനം കേൾക്കുവാൻ മാത്രമല്ല, ജീവിക്കാനായിട്ടാണ്. ദൈവം നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നൽകി, നിത്യജീവൻ വാഗ്ദാനം ചെയ്തു. ഇനി നമ്മുടെ ഉത്തരവാദിത്വം വിശ്വസിക്കുക, സ്വീകരിക്കുക, സാക്ഷ്യം വഹിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതം തന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം പോലെ ആയിത്തീരണം. നമ്മെ കാണുമ്പോൾ മറ്റുള്ളവർ ദൈവസ്നേഹം അനുഭവിക്കണം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രഖ്യാപിക്കാം, ദൈവം സ്നേഹിച്ചു. നമുക്ക് മറുപടിയായി സ്നേഹിക്കാം. ക്രൂശ് കാണുമ്പോൾ സംശയിക്കരുത്, പിന്നെയോ വിശ്വസിക്കൂ. യേശുവാണ് വഴി, യേശുവാണ് ജീവൻ, യേശുവാണ് രക്ഷ. ഇന്ന് ഈ നിമിഷത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ക്രൂശിൻ്റെ സ്നേഹം വെറുതെ പോകാൻ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ ദാനം നിരസിക്കരുത്. വിശ്വാസത്തോടെ യേശുവിനെ സ്വീകരിക്കുക. കാരണം യോഹന്നാൻ 3:16 ഒരു വചനം മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ വ്യക്തിപരമായ ക്ഷണപത്രമാണ്. ആ ക്ഷണം സ്വീകരിക്കുന്നവൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, മറിച്ച് അനുഗ്രഹത്തിലേക്ക്, നിത്യജീവിതത്തിലേക്ക് നയിക്കപ്പെടും. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ ദൈവമേ, ലോകത്തെ അത്ര സ്നേഹിച്ച് നിന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്കായി നൽകിയതിനായി നന്ദി. ക്രൂശിൻ്റെ അർത്ഥം ഞങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ
വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ, നിന്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രത്യാശയായും പ്രകാശമായും മാറുവാൻ അനുവദിക്കണമേ. യേശുവിനെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് നിത്യജീവൻ അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.